ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പം എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഈദ് മുബാറക്. അപ്പൊ ഞാൻ ഇത് പെരുന്നാളിന്റെ തലേത്തെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് മുതൽ പിന്നെ പെരുന്നാളിന്റെ പിറ്റേന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ട് വരെയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പം കുറെ ഡ്രസ്സെല്ലാം ഷെയ്പ്പാക്കാനെല്ലാം ഉണ്ടായിരുന്നു. പെരുന്നാളിന് ഇടേണ്ട ഡ്രസ്സൊക്കെ ഷെയ്പ്പാക്കാനുണ്ട്. അപ്പം നോമ്പും കൂടിയാണ്, അതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ പിന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ടെല്ലാം പിന്നെ വൈകുന്നേരത്തെ നോമ്പുറക്കേണ്ട പരിപാടികൾ നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെയും എന്റെ മോളെ ഡ്രസ്സും കൂടിയാണ് കേട്ടോ ഷേപ്പാക്കുന്നത്. ആ ഞാൻ സ്റ്റിച്ച് ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ചു നാളായിട്ട് നിർത്തി വെച്ചിട്ടുള്ളത്. പുറത്തെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട്. ഇപ്പൊ മോളെ കല്യാണം ആയത് മുതൽ ഞാൻ പിന്നെ അങ്ങനെ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലില്ല. ഇനിയിപ്പോ ആദ്യം റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇതാ ഒരു ടോപ്പ് ഞാൻ കുറേ നാളായി മുറിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പെരുന്നാളിന് ഇടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ രാവിലെ കുളിച്ചിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായാലും പെരുന്നാളിന് ഇടണമല്ലോ, അതുകൊണ്ട് അതും കൂടി അടിക്കലാണ് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വേഗം സ്റ്റിച്ച് ചെയ്യേ വേണ്ടൂ. ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയും. അപ്പൊ അതും കൂടി സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ. പിന്നെ കുറെ നാളായി ഈ മെഷീനൊന്നും തൊടുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് ടൈറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഓയിലെല്ലാം ഇട്ട് കൊടുത്തു, കുറെ പണിയെടുത്ത് അടിയിൽ നൂലൊക്കെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടു ദിവസം മുന്നേ പിന്നെ എൻ്റെ അനിയത്തിന്റെ മോളെ യൂണിഫോം അടിക്കാൻ ഇരുന്നിട്ട് ഒരുപാട് ഇതായിപ്പോയിരുന്നു. അടിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നല്ല മൊത്തമായിട്ട് മെഷീനൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തു. പിന്നെ ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ അടിക്കാൻ കഴിഞ്ഞത്. അപ്പൊ എന്റെ ടോപ്പ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത പരിപാടി നമുക്ക് ഇത് നോമ്പുറക്കാൻ ഉണ്ടാക്കേണ്ട പരിപാടിയാണ് കേട്ടോ. ഉണ്ടപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കായ്ക്കുംസി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. കായ്ക്കുംസി പിന്നെ മോളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുതിയൊരു പോകാനുണ്ട്. അപ്പം വെജിറ്റബിളും ചിക്കനൊക്കെ വാങ്ങാനുണ്ട്. പോയിട്ട് വരുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരെല്ലാം കഴിച്ചു, ഞാനും ഇരുന്ന് കഴിച്ചു. പിന്നെ ഇതാ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കലാണ്. മട്ടനാണ് കേട്ടോ രാത്രി കറിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ മട്ടനും പിന്നെ പത്തിരിയും ചുടാന്ന് വിചാരിച്ചു. അങ്ങനെതാ കറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ കറി വെക്കേണ്ട പണിയില്ലല്ലോ. അപ്പൊ രാവിലെ ഈ മട്ടൻ കറിയും പിന്നെ നെയ്പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇതാ കുക്കറൊക്കെ വിസിലടിക്കുന്നുണ്ട്, പത്തിരി ഇതാ ചുടുന്നുണ്ട്. അങ്ങനെ ഇതാ രാത്രിത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോഫി പൗഡറിന്റെ പാക്കാണ് കേട്ടോ. ഞാൻ ഇത് വേറെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാം. ഇത് നമ്മുടെ മുഖത്ത് കരിമംഗല്യം, ഈ വെയില് അടിച്ചിട്ടുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ കോഫി പൗഡറിന്റെ പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ എടുത്തു വെക്കാൻ നിന്നത്. അപ്പൊ എന്തായാലും ടൈം ആവാം, നമുക്ക് അങ്ങനെ ബാക്കി ആ സമയം കൊണ്ട് നമുക്ക് അടുക്കളയിലുള്ള പണിയും തീർക്കാൻ പറ്റും. അതിന്റെ ഇടയിലാണ് ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ചെയ്യല് കേട്ടോ. പിന്നെ മോളിതാ ഇവിടെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാംഗോ പുഡിംഗ് ആണ്, നമ്മുടെ വീട്ടിലുണ്ടായ മാംഗോ തന്നെയാണ് കേട്ടോ. പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ മോളെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മോളെ കൈക്ക് എനിക്കിടാൻ വേണ്ടി ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ വേഗം കിടന്നുറങ്ങേണ്ടതായിരുന്നു, രാവിലെ എന്തായാലും എണീക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൈക്ക് മൈലാഞ്ചി ഒന്നും ഇടാൻ നിന്നിട്ടില്ല. പിന്നെ പൊതുവെ ഞാൻ ഇടൽ കുറവാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ചുവന്ന് നമ്മൾ കുറെ കഴിഞ്ഞിട്ടാകുമ്പോ നമ്മളെ കൈക്ക് എന്തോ ഒരു പുണ്ണ് കെട്ടിയ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടലൊന്നും ഇല്ല കേട്ടോ മൈലാഞ്ചി. പിന്നെ അവരെ രണ്ടാളുടെ ഡ്രസ്സും അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി തന്നെ അയൺ ചെയ്ത് വെച്ചു. അപ്പൊ രാവിലെ എന്തായാലും ടൈം ഉണ്ടാവില്ല. പിന്നെ മോളും ഹസ്ബൻഡും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ അത് കഴിച്ച് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാളുടെ തലേന്നത്തെ വിശേഷങ്ങള്. ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് ഫോണൊക്കെ കണ്ട് അങ്ങനെ ആ തിന്നപ്പാട് കിടക്കലില്ല കേട്ടോ. ഒരു അരമണിക്കൂറൊന്നും കഴിഞ്ഞാല് കിടക്കാൻ കഴിയും. അപ്പൊ ഞാൻ കിടന്നുറങ്ങാൻ തന്നെ 11:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അതിന്റെ പിറ്റേന്ന് ദിവസം രാവിലെ എണീച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കും വെച്ചിട്ടുണ്ട്. പിന്നെ പഴം വിളയിച്ചതെന്ന് പറയും നമ്മളിവിടെ, അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായയൊക്കെ കുടിക്കലാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി രാവിലത്തെ ഫുഡിന്റെ കാര്യം, നെയ്പത്തൽ ഉണ്ടാക്കണം. അതൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ.
ഇനി ഇതാ ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ ഇടയിൽ ഞാനിതാ പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ പിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. മേലെ ഞാൻ വിരിച്ചിട്ട് വന്നു. പിന്നെ ഇത് താഴത്തെ റൂമിലെ ബെഡ്ഷീറ്റാണ് കേട്ടോ വിരിക്കുന്നത്. അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് രാവിലെ തന്നെ വിരിച്ചിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് വൃത്തികേടായിട്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാനെല്ലാം എല്ലാം വൃത്തിപ്പറക്കിയൊക്കെ വെച്ചു. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു. മോളപ്പുറത്തുനിന്ന് അടിച്ചു വാരുന്നുണ്ട്. പിന്നെ ഇതാ അപ്പോഴത്തേക്കെല്ലാം റൂമൊക്കെ ഒരുക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അടിച്ചു വാരി തുടക്കല്ലേ വേണ്ടു. അപ്പൊ തലേത്തെ ദിവസം മേലെ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേലെ തുടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ താഴെ മോളെന്നെ അടിച്ചു വാരി തുടക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാ പുതപ്പെല്ലാം ഉണ്ട്, പുതപ്പെല്ലാം മടക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതാ നമ്മുടെ റൂമിലെ പിന്നെ വിരിക്കലും എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാ മോളിത അടിച്ചു വരുന്നുണ്ട്. പിന്നെ കോഴിക്ക് തീറ്റ കൊടുക്കാനുണ്ട്. അങ്ങനെ അതാ കുറച്ച് തീറ്റ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കോഴിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്കിവിടെ നാടൻ കോഴിയാണ് ഉള്ളത്. നാടൻ കോഴി നല്ലതാണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് വിരിയിപ്പിക്കുകയും ചെയ്ത ഈ അടിഭാഗത്ത് നെറ്റിന്റെ അകത്ത് കാണുന്ന കോഴികളെല്ലാം ഞാൻ അട വെച്ച് വിരിയിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഇതില് 4 പെടക്കോഴി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് 2 പിന്നെ അട ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 കൂടിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോഴിയുണ്ട്. പിന്നെ ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഗ്രാമശ്രീ കോഴിയാണ്. അപ്പം അതിൽ 4 ഇവിടേക്കും ചത്തുപോയി കേട്ടാ. ഒരു പൂവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 2 പൂവാനും കൂടി ആയിട്ടാകുമ്പോ അപ്പുറം ഇപ്പുറം കൊത്തു കഴിയും. അപ്പൊ ഞാൻ അത് കൂട്ടിന്റെ അകത്ത് ഇട്ടതാണ്. ഇതാ അടയുന്ന കോഴിയാണ് ഇട്ടത്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഇതൊന്നും കൂടി ഉണ്ട്. ഞാൻ 2 കൂടിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ അടിഭാഗത്താണ് അതിന് മുന്നേ വിരിഞ്ഞിട്ടുള്ള കോഴി. അപ്പൊ അതിനെ പുറത്തിറക്കി കഴിഞ്ഞാലും അപ്പുറം ഇപ്പുറം കൊത്തു കഴിയുന്നുണ്ട്. അപ്പൊ ഇത് ചെറിയ കോഴിയല്ലേ. അപ്പൊ ഈ പൂവനും ഈ പെടയൊക്കെ കൂടിയിട്ട് അതിനെ കൊത്തി പണിയാക്കുന്നു. അതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പൊ ഇത് അടുക്കളയിലെ കിച്ചണിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ എല്ലാം പെട്ടെന്ന് പണിയൊക്കെ തീർക്കാന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം പാത്രമെല്ലാം കഴുകി വെച്ചിട്ടാകുമ്പോൾ നമ്മള് പിന്നെ ഇതിന്റെ പരിപാടി തുടങ്ങാന്ന് വിചാരിച്ചു. നെയ്ക്കത്തിലിടാനുണ്ട്. അങ്ങനെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിതാ പിന്നെ അതിന്റെ അടിയിൽ എന്റെ കാർണോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മോനെയും കൂട്ടിയിട്ട്. അപ്പൊ അവർക്ക് പുഡിംഗ് ഒക്കെ കൊടുത്തിട്ട് കഴിക്കലാണ്. പിന്നെ മോള് ഇവിടെ തുടക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി നെയ്പ്പത്തിരി ഇടലാണ്. നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ എനിക്ക് കഴിക്കേ വേണ്ടു. അങ്ങനെ മന്തിക്കുള്ള പീസൊക്കെ ഉണ്ട്. അതൊക്കെ കഴുകിയെടുക്കലാണ് ഞാൻ അടുത്ത പരിപാടി ഉള്ളത്. പിന്നെ ഇനി മന്തിന്റെ ഇതെല്ലാം സെറ്റാക്കലാണ്. മന്തിന്റെ മസാലകളൊക്കെ സെറ്റ് ചെയ്യും. ഞാൻ മന്തിന്റെ കിറ്റ് വാങ്ങിയിട്ടാണ് കേട്ടോ ചെയ്യല്. അപ്പം അതില് റൈസ്, സൺഫ്ലവർ ഓയില്, അതിന്റെ മസാലാസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ഒരു കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 7 വലിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ 3 ആളല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരുപാടൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് 7 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാഗി ക്യൂബ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനുള്ള ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അങ്ങനതാ പിന്നെ മാഗി ക്യൂബൊക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ മന്തി മസാല അത് ഇട്ട് കൊടുത്തു. പിന്നെ ഗരം മസാല പൊടിക്കേണ്ടതാണ് കേട്ടോ ഇതിലുണ്ടായത്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായ ഗരം മസാല പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കളറ്, നമുക്ക് ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ കളർ ഇടലോണ്ട് ഞാനത് അതിലിട്ട് കൊടുത്തു. അപ്പൊ ഒരു കളറും കൂടി കിട്ടുന്നത് നല്ല ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ കാണാനും ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ പച്ചമുളകും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത്. നമുക്ക് അന്നേരം തന്നെ വേണമെങ്കിൽ അടുപ്പത്ത് വെച്ച് വേവിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് കുറച്ച് സമയം അവിടെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചത്. പിന്നെ ഒരു നാരങ്ങന്റെ ഉണക്ക നാരങ്ങ കൂടി ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടച്ചു വെക്കാന്ന് വിചാരിച്ചു.
അങ്ങനെ ഇതാ മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു മൂടി എടുത്തിട്ട് അതൊന്ന് കുറച്ച് സമയം അടച്ചിട്ട് അവിടെ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ കുട്ടിപ്പട്ടാളം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ അനിയത്തിന്റെ ലാസ്റ്റത്തെ മോനാണ് കേട്ടോ. ആ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവിടെ നിന്നതാണ് അകത്ത് കയറാണ്. പിന്നെ അതിന്റെ മൂത്തതാണിത്. അനിയത്തിക്ക് 3 മക്കളാണ് കേട്ടോ. അപ്പൊ ഇത് 2 ആൺമക്കളാണ്, ഒരു മൂത്ത മോളുണ്ട്. പിന്നെ അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ മോള് പോയിട്ട് കൂട്ടിയിട്ട് വന്നു. പിന്നെ ഇതാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മന്തിന്റെ പീസുകളും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓണത്തിന് ഒരു വാപ്പി പടക്കം വാങ്ങിനോലോ. കടയിൽ നിന്ന് വാങ്ങിന്. ഹലോ ഗായ്സ്, കുട്ടി ഇത് പറക്കോ ഇത് അന്താടി ഇത് കൈ എടുത്തിട്ട് പറ. ഇത് പറക്കോ ഇത് വർക്ക് ഗായ്സ്, ഇതാ നമ്മുടെ എന്താണ് ഇത് ഇത് പറക്കുറി. പേരെന്താ? ഫിറോസ്. ഇത് മടിച്ചു മൂട് കത്തടാ, നീ കത്തിയില്ലട്ടാ. ഇതാണ് നമ്മളെ മുഹമ്മദ്. നീ എന്താ പഠിക്കുന്നു പറ. പഠിക്കലാണ്. ഇതാണ് നമ്മളെ നാസിഫ. നമ്മളെ നാസിഫ എന്ന് പറയുന്ന ഉണ്ടച്ചാണ്. ഉണ്ടച്ചിട്ട് കാണുന്നില്ല. ഇതാണ് ആദ്യത്തെ കൊക്ക്. ഇതാണ് ഉണ്ടച്ചി. ഇത് 10 രൂപ മേടിച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. കാണിക്കില്ല. എൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ട്? 500 500 500ഒന്നുമില്ല. ഫോട്ടോ എടുക്കാനേ പിന്നെ മോളെ ഹസ്ബൻഡും പിന്നെ വേറൊരു അനിയത്തിന്റെ മോനാണ് പച്ച ഷർട്ട് ഇട്ടത്. ഇവരെല്ലാം കൂടി ഫോട്ടോസ് എടുക്കാൻ പോക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ അനിയത്തിൻ്റെ മോള്. എല്ലാവർക്കും ഈദ് മുബാറക് എൻ്റെ വക. ഇത് പറ, വീഡിയോ പറ. ഇങ്ങോട്ട് പറ. നമ്മൾ അൽസക്കുള്ള ഗോതമ്പൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കാനുണ്ട്. പിന്നെ ഇതാ മന്തിയുടെ റൈസ് ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതാ മന്തിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദമ്മിട്ടിട്ടുണ്ട്. പിന്നെ അത് ചാർക്കോൾ കത്തിച്ചിട്ട് ഇടുന്നുണ്ട്. ഇതിന്റെ തീ അണഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ദമ്മ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ തുറന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ തുറന്നപ്പോ മോൾ പറയുന്നുണ്ടായി നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഞാൻ അൽസക്കുള്ളതൊക്കെ ഉള്ളിയൊക്കെ മെലിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അൽസയൊക്കെ ഞാൻ മിക്സിയിട്ട് അടിച്ച് ചൂടാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമുക്ക് ഫുഡ് റെഡിയാണ്. പിന്നെ എങ്ങനെയുണ്ട് കാണാൻ ഒന്ന് കമന്റ് ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഫുഡൊക്കെ കഴിക്കലാണ്. മയോണൈസ് കാപ്പി വെച്ചിട്ടുണ്ട്. കെച്ചപ്പാണിത്. പിന്നെ നമ്മള് അൽസയുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും ചക്കരയും കൂടിയിട്ടുള്ള ഒരു സാലഡും കൂടി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. നമ്മളെല്ലാരും കൂടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് മോളെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. ഞാൻ പിന്നെ കടന്നുറങ്ങാനുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ എവിടെ ഇന്ന് പോയിട്ടൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഫുഡ് കഴിക്കട്ടെ. അങ്ങനെയൊക്കെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പുഡിങ് ഉണ്ടല്ലോ, പുഡിങ് കഴിക്കലാണ് കേട്ടോ. അടുത്തത് മാംഗോ പുഡിങ് ആണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയപ്പോ. അപ്പൊ ഇങ്ങനെ പുഡിങ് ഒക്കെ കഴിക്കലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോറും ബാക്കിയുണ്ട്, കുറച്ച് അലസിയും ബാക്കിയുണ്ട്. പിന്നെ രാത്രി ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ ഫുഡൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. അപ്പൊ അതന്നെ കഴിക്കും. പിന്നെ എല്ലായിടത്തും ഒന്ന് കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാവർക്കും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ നമ്മളെ പ്ലാന്റ് ആണ് കേട്ടോ, അതൊക്കെ നടേണ്ടതാണ്. പിന്നെ അവര് മോള് ഹസ്ബൻഡ് പോയി കേട്ടോ. അവര് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ഒരു ഡ്രസ്സ് അടിച്ചതുണ്ടായിട്ടില്ലേ, അപ്പൊ ഒരു ടോപ്പ് കട്ട് ചെയ്തിട്ട്
അപ്പൊ അതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നൊരു വീഡിയോ